ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുല്ലച്ചെടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലൊരു ചെടിയാക്കി എടുക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളൊരു കമ്പ് കുത്തിപ്പിടിപ്പിച്ച ഒരു തൈ ഉണ്ടെങ്കിൽ 2-4 ഇല വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു നുള്ള് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയുടെ വളർച്ച നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഈ എപ്സം സാൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ കുഞ്ഞിലെ ആ ചെടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ആ ചെടിയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു തളിർപ്പുകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ചെടി നല്ല ബുഷായിട്ട് വരികയുള്ളൂ കേട്ടോ. നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി വെറുതെ മേലേക്ക് നീളം വെച്ച് പോവുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ചെടി ഇതേപോലെയൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ കുറച്ച് NPK 19-19-19 ഒന്ന് വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ചെടിയുടെ വളർച്ചയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നമ്മുടെ അറേബ്യൻ ജാസ്മിൻ്റെ ഒരു തൈയാണ്. നമ്മൾ എല്ലാ കുടമുല്ലയുടെ തൈയുണ്ട്, അറേബ്യൻ ജാസ്മിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം തൈകളെല്ലാം കമ്പ് കുത്തി പിടിപ്പിക്കുമ്പോൾ ആ കവറിൻ്റെ മീതെയോ ചട്ടിയുടെ മേലൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് ഫസ്റ്റ് ലെറ്റർ അതിനകത്തൊന്ന് നോട്ട് ചെയ്തിടും കേട്ടോ. വീട്ടുമുറ്റത്തെ സുഗന്ധം പരത്തുന്ന ചെടി എന്നതിനപ്പുറം വാണിജ്യ പ്രാധാന്യമുള്ള കാർഷിക വിളയായിട്ടും നമ്മുടെ മുല്ലച്ചെടി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ വീഴുന്ന സ്ഥലം നമ്മുടെ ചെടി വളരാനായിട്ട് അത്യാവശ്യമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചെടികളെല്ലാം അങ്ങിങ്ങുമായിട്ട് പാറിപ്പറന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ചട്ടിയുടെ മേലത്തെ പേരുകൾ നോക്കിയിട്ട് നമ്മൾ പാക്കിങ്ങിന് എടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു സമയമാണ്. മുല്ലച്ചെടിയിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ മുല്ലച്ചെടി നമ്മൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടിയും നമ്മുടെ നാട്ടിലെ മണ്ണും ചേർത്തിട്ട് ഒന്ന് മാറ്റി നടുക. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ കടഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിരിക്കുന്ന ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 വർഷത്തിന് മേലെ പ്രായം വന്നിട്ടുള്ള എൻ്റെ ചെടിയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം പ്രൂൺ ചെയ്തിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വന്നപ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം പുതിയ തളിരുകൾ വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ബനാന പീലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ചുവട്ടിലാക്കി എടുക്കുന്നത്. അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് നന്നായി മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ ചെടിയെ നല്ല രീതിയിലൊന്ന് സംരക്ഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ കമ്പെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് എപ്പോഴും ഇങ്ങനെ ബുഷിയാക്കി നിർത്തണം കേട്ടോ. അങ്ങനെ മുറിച്ച് മാറ്റുന്ന ചെറിയ ചെറിയ കമ്പുകൾ നമുക്ക് വെറുതെ മണ്ണിനകത്ത് നട്ട് പിടിപ്പിച്ചിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. 3 മാസത്തിന് ശേഷം നമുക്ക് ഈ ചെടിയിൽ നിന്ന് നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം വരുന്ന പൂമുട്ടുകളെല്ലാം നമ്മളൊന്ന് കൈകൊണ്ട് നുള്ളി കളയണം. എന്നാൽ മാത്രമാണ് ഇതിനകത്ത് പുതിയ പുതിയ ബ്രാഞ്ചസ് വരികയും നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യുള്ളൂ. നമ്മൾ ആദ്യത്തെ പൂമുട്ടുകളെല്ലാം വരുമ്പോൾ ആ പൂ വിരിയട്ടെ എന്ന് കാണാനായിട്ട് നിർത്തരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചെടി ഇങ്ങനെ നീണ്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ മുല്ലച്ചെടിയിൽ ചെറിയ ചെടി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാസത്തിൽ 1 തവണയൊക്കെയാണ് കേട്ടോ ചാണകപ്പൊടി, ആട്ടുംകാട്ടമൊക്കെ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഇതേപോലെ വലുതായി വന്നപ്പോൾ ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല അളവിൽ തന്നെ നമ്മുടെ ഒരു കൈയുടെ ഉള്ളിൽ വരുന്ന ഒരു അളവിൽ തന്നെ ചാണകപ്പൊടി നമ്മുടെ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ചാണകപ്പൊടിയുടെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ല പൊടിയാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ DAP ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് കടലപ്പിണ്ണാക്ക്, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് പച്ച ചാണകം, ഒരു അച്ച് ശർക്കര, കുറച്ച് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ടിട്ട് 2 ദിവസം 4 ദിവസമൊക്കെ നമ്മൾ പുളിപ്പിക്കാനായിട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഏത് ചെടിയായിക്കോട്ടെ ഇതേപോലെ വളർന്നു വരാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഘടകമാണിത്.
മുല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ നന്നായിട്ട് പടർന്നു പോകുന്ന ഒരു ചെടിയാണ് മനസ്സിൽ വരുന്നത്. എന്നാൽ വളരെ കുറച്ച് വർഷങ്ങളായിട്ട് ആ മുല്ലയെല്ലാം മാറി ഇത് നമ്മുടെ എല്ലാം പ്രൂണിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നല്ല കുറ്റി മുല്ലയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൂണിങ് നല്ല രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി ഇതേപോലെ നല്ല ബുഷിയായിട്ട് വരും. പിന്നെ നിത്യപുഷ്പിണിയായ മുല്ലച്ചെടികൾ നിറഞ്ഞു പൂക്കുമ്പോൾ നമ്മുടെ കാറ്റിന് പോലും മനം മയക്കുന്ന സുഗന്ധമുണ്ടാകും. ഇത് നമുക്കെല്ലാം നമ്മുടെ എല്ലാം വീട്ടമ്മമാരായ സ്ത്രീകൾക്കും കുറച്ച് സ്ഥലമുള്ളവർക്ക് നമ്മുടെ മണ്ണിനകത്ത് നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന നല്ലൊരു മേഖലയാണ് കേട്ടോ നമ്മുടെ ഈ മുല്ല കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഒരു കൃഷിയാക്കിയിട്ട് തുടങ്ങിയതല്ല. നമുക്ക് താല്പര്യം കൊണ്ട് 2-3 മുല്ലത്തൈകൾ വാങ്ങിച്ചു വെച്ചു. അതിനകത്തുനിന്ന് ഇതുപോലെ പ്രൂൺ ചെയ്യുമ്പോൾ ആ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലൊരു മുല്ലക്കൃഷിയൊക്കെ തുടങ്ങാനായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. കൃഷിഭവനിൽ നിന്നെല്ലാം ഇത്തരം കൃഷികൾക്ക് നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും കേട്ടോ. നിലത്ത് നട്ട് കൃഷി ചെയ്യാനായിട്ട് സൗകര്യമില്ലാത്തവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വലിയ ഗ്രോ ബാഗുകളെല്ലാം സംഘടിപ്പിച്ചിട്ട് അതിനകത്തും നല്ല രീതിയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ഗ്രോ ബാഗിനകത്ത് നമ്മൾ ഒരു തൈയൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഗ്രോ ബാഗുകൾ വെക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഒന്നിൻ്റെ അടുത്തായിട്ട് വെക്കരുത്. അപ്പോൾ അങ്ങനെ വെച്ച് വരുമ്പോൾ നമ്മുടെ ചെടി വലുതായി വരുമ്പോൾ നിറയെ പൂക്കളോടുകൂടി നിൽക്കും. അത് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലൊരു വരുമാനം തന്നെയാണ് കേട്ടോ. കാര്യമായ രാസവളപ്രയോഗങ്ങളൊന്നുമില്ലാതെ നമ്മൾ പ്രധാനമായിട്ടും പച്ചച്ചാണകം ലായനിയായി കൊടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചെടി ഇതുപോലെ ബുഷിയായിട്ട് പൂമുട്ടുകളോടുകൂടി നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ പ്രൂൺ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന കുഞ്ഞു കുഞ്ഞു കമ്പുകൾ കുത്തി വെച്ചിട്ടാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ മുല്ലച്ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ മുല്ലച്ചെടി വാങ്ങിക്കുന്നവർ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.